മൈത്രി ഭവ. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വ്യക്തിത്വ ബോധം താൻ മനസ്സാണെന്നും ശരീരമാണെന്നും സ്വയം സങ്കല്പിക്കുന്നു. അത്തരം സങ്കല്പത്തിൽ മാത്രമേ വ്യക്തിത്വ വികസനം സാധ്യമാകുകയും ചെയ്യുകയുള്ളൂ. ഇത് ബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു അവസ്ഥയാണെന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. വ്യക്തിത്വ വികസനത്തിലൂടെ വളരുന്ന ഞാനെന്ന ബോധം അഥവാ അഹം അറിവില്ലായ്മയിൽ നിലനിൽക്കുന്നത് മൂലം ബോധോദയമെന്ന അവസ്ഥ വിദൂരതയിലായിരിക്കും. മാത്രമല്ല, ഉയർന്ന വ്യക്തിത്വത്തിലുള്ള ജീവിതം അഥവാ ഉയർന്ന അഭിമാന ബോധത്തിലുള്ള ജീവിതം കടുത്ത നിരാശയിലേക്കും മാനസിക വിഭ്രാന്തിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. തൻ്റെ വ്യക്തിത്വ വികസനത്തിന് ഹനിക്കുന്ന എന്തിനേയും നശിപ്പിക്കുന്നതിനുള്ള പ്രവണതയുണ്ടാകുന്നു. അഭിമാന കൊലയുടെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഈ വ്യക്തിത്വ അഭിമാന ബോധമാണ്. ഇവരുടെ ഊർജം മുഴുവൻ തൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിലൂടെ പരമാനന്ദത്തിലേക്ക് നയിക്കുവാനുള്ള ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നമുക്കിന്ന് ഈ വിഷയത്തിൽ ആഴപ്പെടാം. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, നല്ല ബന്ധങ്ങളുടെ, നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു. മൈത്രീ ഭവ.